ഇന്ന് നമ്മൾ നോക്കുന്നത് ദേ മോളിൽ കിടക്കുന്ന ചോദ്യം. LPSA ആണ്, LP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിന് 2024 ചോദിച്ച ചോദ്യമാണ്. മക്കളെ, ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളും? അല്ലെ, 3/4 ഭാഗം നിറയാൻ 10.5 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം 3 ഭാഗം അല്ലെ, 3 ഭാഗം നിറയാൻ ആവശ്യമായി വന്നത് 10.5 ലിറ്റർ വെള്ളമാണ് അല്ലെ. എങ്കിൽ ആ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളുന്നല്ലേ? ആകെ എന്ന് പറയുമ്പം 4/3 വീതിച്ചേക്കുന്നത്. 3 ഭാഗം നിറയാൻ 10 ലിറ്റർ, മുഴുവൻ എന്ന് പറഞ്ഞാൽ 4 ഭാഗമാണ്. അപ്പം 4 ഭാഗം നിറയാൻ എത്ര ലിറ്റർ വേണം എന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരവായി മക്കളെ. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 4 × 10.5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും അല്ലേ. 4 × 10.5 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 42 എന്ന് വരും. 42/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 14 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.